ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഭാഗ്യ നേട്ടങ്ങൾ 2 ദിവസം കഴിഞ്ഞാൽ എത്തുന്നതാണ്. പണമഴയിൽ രാജകീയമായ ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. മഹാഭാഗ്യമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നെത്തുവാൻ പോകുന്നത്. 2024 ഓണഫലമാണ്. ഈ ഓണം മുതൽ അടുത്ത ഓണം വരെയുള്ള നക്ഷത്രഫലമാണ്. സെപ്റ്റംബർ 15-നാണ് ഈ വർഷത്തെ തിരുവോണ ദിവസം. ഈ ഓണം മുതൽ അടുത്ത ഓണം വരെയുള്ള നക്ഷത്രഫലമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും മറ്റൊരു ഓണക്കാലം കൂടി വരുവാൻ പോകുന്നു. ഓണം ജ്യോതിഷപ്രകാരവും വളരെയധികം പ്രധാനമുള്ളതാണ്. ജ്യോതിഷപ്രകാരം ഓണഫലവും വളരെയധികം ശ്രദ്ധേയമാണ്. ഈ വർഷത്തെ സമ്പൂർണ്ണ ഓണഫലം നോക്കാം. 2024 ഓണം മുതൽ 2025 ഓണം വരെയുള്ള നക്ഷത്രഫലമാണ്. 27 നക്ഷത്രക്കാർക്കും നല്ലതും മോശവുമായ ഫലങ്ങൾ വരുന്നു. ഇത് പൊതുഫലമാണ്. പൊതുഫലങ്ങൾ നിശ്ചിത കാലയളവിലെ പൊതുഗ്രഹസ്ഥിതിയെ അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണങ്ങളാണ്. എന്നാൽ ഓരോരുത്തരുടെയും ജന്മസമയത്തെ ഗ്രഹസ്ഥിതി, ഗ്രഹാചാരം, യോഗങ്ങൾ, നിലവിലെ ദശ അന്തർദശാപകാരങ്ങൾ, ഗ്രഹപ്പിഴകൾ, കർമ്മഫലങ്ങൾ തുടങ്ങി നിങ്ങളുടെ അടുത്ത രക്തബന്ധുക്കളുടെ യോഗങ്ങൾ വരെയുള്ള മറ്റനേകം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും അനുഭവങ്ങൾ വന്നെത്തുന്നത്. അതിനാൽ പൊതുഫലങ്ങളെ ഒരു സൂചനയായി ഉപയോഗിച്ച് ജാതക വിശകലനം നടത്തി ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും ദോഷപരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്താൽ അനുകൂല അവസ്ഥയുടെ ഗുണഫലങ്ങൾ പരമാവധി അനുഭവിക്കുവാനും പ്രതികൂല സമയങ്ങളെ നിങ്ങൾക്ക് സുഗമമായി തരണം ചെയ്യുവാനും സാധിക്കുന്നതാണ്. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഓണഫലം അതീവ ശുഭകരമാണ്. ഏത് കാര്യമേഖലകളിലായാലും വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. നേട്ടങ്ങളെല്ലാം വന്നു ചേരും. കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതലായും നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. വിവാഹം, സന്താനഭാഗ്യം, വീട്, വസ്തു, വാഹനം യോഗങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. വളരെയധികം ധന നേട്ടം നിങ്ങൾക്ക് വന്നെത്തുവാൻ ഇടവരും. ഐശ്വര്യത്തിന്റെ കൊടുമുടി കയറും എന്ന് തന്നെ പറയാവുന്നതാണ് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്രക്കാർക്ക് വളരെയധികം ശുഭകരമായ ദിവസങ്ങളാണ് ഇനി വന്നെത്തുന്നത്. തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം സിദ്ധിക്കും. ഉള്ള തൊഴിലിൽ സ്ഥാനക്കയറ്റം, പ്രണയ സാഫല്യം, സന്താനയോഗം, കുടുംബജീവിതത്തിൽ മംഗളകാര്യങ്ങൾ, വളരെയധികം ധനപരമായ നേട്ടം എന്നിവയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേക ശ്രദ്ധ വെക്കേണ്ട ഒന്നാണിത്. ബാക്കിയെല്ലാം വളരെയധികം ശുഭകരമായി തന്നെ ഭവിക്കുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു വർഷക്കാലം വളരെയധികം ശ്രദ്ധിച്ചു പോകേണ്ട ഒരു സമയമാണ്. വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. പണം റോൾ ചെയ്തുള്ള ജോലി ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ വളരെയധികം ധന നഷ്ടമുണ്ടാകുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളും മനപ്രയാസവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. കുടുംബജീവിതത്തിലും അല്പം പ്രശ്നങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തത് രോഹിണി, മകയിരം, തിരുവാതിര നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് പുതിയ കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങാവുന്ന ഒരു സമയമാണ്. അതേസമയം നിലവിലെ നിങ്ങളുടെ ചില കാര്യങ്ങളിൽ പെട്ടുപോകുവാനും ഇടയുണ്ട്. വാശി, ദേഷ്യം, വഴക്ക് എന്നിവയെല്ലാം കുറയ്ക്കേണ്ട ഒരു സമയമാണ്. മനപ്രയാസവും വന്നു ചേരും. അല്പം ശ്രദ്ധിച്ചു പോകേണ്ട ഒരു നക്ഷത്രക്കാരാണ് ഈ രോഹിണി നക്ഷത്രക്കാർ. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷം അതീവ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഏത് കാര്യത്തിലും നല്ലതുപോലെ ചിന്തിച്ച ശേഷം മാത്രം ഇറങ്ങിത്തിരിക്കുക. ചിലവുകൾ വളരെയധികം വർദ്ധിക്കും. അധിക ചെലവുണ്ടാകും. പണം നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത ഒരു അവസ്ഥ വന്നു ചേരുവാനിടയുണ്ട്. ഏത് കാര്യത്തിലും ഒരു രീതിയിലും ശുഭകരമല്ലാത്ത ഒരു സമയമാണ് മകയിരം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. മകയിരം നക്ഷത്രക്കാർ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമായി ഭവിക്കുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്.
തിരുവാതിര നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ അല്ലാത്ത കാര്യങ്ങളാണ് നടക്കുക. ധനക്ലേശം, കിട്ടിയില്ലെന്ന രീതിയിലുള്ള നഷ്ടങ്ങളെല്ലാം വന്നു ചേരും. തൊഴിലിൽ പ്രശ്നം, വഴക്കുകൾ, മനപ്രയാസം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. തൊഴിൽ കാര്യത്തിൽ അധികമാരെയും കൈകടത്താൻ അനുവദിക്കാതിരിക്കുക. വീട്ടിൽ അനാവശ്യ ചർച്ചകളും കലഹങ്ങളും വരുവാൻ ഇടയുണ്ട്. അടുത്തത് പുണർതം നക്ഷത്രക്കാരാണ്. പുണർതം നക്ഷത്രക്കാർക്ക് പൊതുവെ ശുഭകരമായ ഫലങ്ങളാണ് വന്നെത്തുക. ഐശ്വര്യം നിങ്ങളെ തേടി വരും. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പേരും പ്രശസ്തിയും വളരെയധികം ഉണ്ടാകുന്നതാണ്. ഈ നല്ല കാര്യങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കും. സാമ്പത്തികമായി നല്ല സമയം വന്നെത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാവുന്നതാണ്. രോഗങ്ങൾ ഉള്ളവർക്ക് രോഗശാന്തി സിദ്ധിക്കും. ഉദ്ദിഷ്ട കാര്യസിദ്ധി ഫലമായി നിങ്ങൾക്ക് പറയാവുന്ന ദിവസങ്ങളാണ് പുണർതം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെയും ഭാഗ്യാനുഭവങ്ങളുടെയും കാലമാണ്. ഏറെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാക്കുന്ന ഒരു സമയമാണ്. കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം മെച്ചമുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. വിദ്യാ വിജയം, വിവാഹയോഗം, പ്രണയ സാഫല്യം, കർമ്മ മേഖലയിൽ ലാഭം എന്നിവയെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും. ഇവർക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകുന്നതുമാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ദുഃഖങ്ങളെല്ലാം ഇല്ലാതെയാകും. വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെല്ലാം അവസാനിക്കും. ശിവ ഭഗവാന്റെ കൃപയാൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകളും നേട്ടങ്ങളുമാണ് വന്നെത്തുന്നത്. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തുന്നത് വളരെയധികം നല്ലതാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രക്കാർക്ക് കോടീശ്വര യോഗം വന്നുചേരും. സാമ്പത്തികം മെച്ചപ്പെടുമെന്നർത്ഥം. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വളരെയധികം ഉയർച്ച കൈവരിക്കുവാനും പ്രവർത്തിക്കുന്ന മേഖലയിൽ പ്രാവീണ്യം തെളിയിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അതേസമയം ശത്രുദോഷം ഈ നക്ഷത്രത്തിന് ഫലമായി പറയുന്നു. ബാക്കി എല്ലാം വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാർക്ക് വിജയത്തിന്റെ വർഷമാണ് വരുവാൻ പോകുന്നത്. ധനപരമായി വളരെയധികം നേട്ടങ്ങളാണ്. കാര്യവിജയം നേടുവാൻ സാധിക്കും. വിദേശ വാസയോഗം, വിദേശ യാത്രായോഗം എന്നിവയെല്ലാം നിങ്ങൾക്ക് വന്നെത്തുന്നതാണ്. സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വരുവാനിടയുണ്ട്. ജീവിതത്തിൽ മറക്കാനാകാത്ത മുഹൂർത്തങ്ങൾ വന്നുചേരും. വെച്ചടിയാണ് നിങ്ങൾക്കിനി ഉയർച്ച ഉണ്ടാകുവാൻ പോകുന്നത്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിന്റെ ദിനങ്ങളാണ്. സമസ്ത മേഖലകളിലും ഉയർച്ച ഉണ്ടാകും. നിങ്ങളുടെ എല്ലാവിധ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്ന ദിവസങ്ങളാണ്. പുതിയ കാര്യങ്ങൾക്കിറങ്ങിയാൽ അവയെല്ലാം നടന്നു കിട്ടും. ഭാഗ്യത്തിന്റെ പിന്തുണ എല്ലാ രീതിയിലും നിങ്ങൾക്ക് വന്നെത്തും. വലിയ വിജയം തന്നെയാണ് നിങ്ങൾക്കിനി വന്നു ചേരുവാൻ പോകുന്നത്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. അത്തം നക്ഷത്രക്കാർക്ക് പൊതുവെ ശുഭഫലങ്ങളാണ് കാണുന്നത്. നിങ്ങളുടെ എല്ലാവിധ മുടങ്ങിയ കാര്യങ്ങളും നടന്നു കിട്ടും. മുടങ്ങിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയവയെല്ലാം നിങ്ങൾക്ക് ഈ കാലത്തിൽ പിടിച്ചെടുക്കുവാൻ സാധിക്കും. സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും കുടുംബത്തിൽ ചില വിള്ളലുകളും പിണക്കങ്ങളും കാണുവാൻ കഴിയുന്ന ഒരു വർഷമാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് കുടുംബജീവിതത്തിൽ മംഗളകാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്ന ദിവസങ്ങളാണ്. വിവാഹയോഗം, വാഹനയോഗം, സൽസന്താന യോഗം, പുതിയ വസ്തുവകകൾ നേടുവാനുള്ള യോഗം എന്നിവയെല്ലാം വന്നു ചേരും. ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായ മുഹൂർത്തങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ധനപരമായി വളരെയധികം ഉയർച്ചയുണ്ടാകും. പണം നിങ്ങളെ തേടി വരും. ബിസിനസ്സുകാർക്ക് ഇരട്ടി ലാഭം കൊയ്യുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. ആത്മാർത്ഥമായി ഇറങ്ങിയാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ചോതി നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമായ കാലമല്ല ഈ ഓണഫലം. ഇവർക്ക് ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാകും. വ്യക്തികളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ശത്രുദോഷം. ഗണപതിയെ പ്രാർത്ഥിക്കുക, വഴിപാടുകൾ നടത്താം.
ഭഗവാന് കറുകമാല ചാർത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ വർഷം പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നേറുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. കർമ്മ മേഖലയിൽ വളരെയധികം ഉയർച്ചയുണ്ടാകും. കലാ കായിക പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതാണ്. വസ്തുവകകളും മറ്റും നേടുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ധനപരമായ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹ സാക്ഷാത്കാരം ഈ വർഷം സിദ്ധിക്കും. ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകും. നിങ്ങളുടെ പേരും പ്രശസ്തിയും അംഗീകാരവും വർദ്ധിക്കുന്നതാണ്. വളരെയധികം നല്ല ഫലമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഈ ഓണഫലത്തിൽ വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു വർഷക്കാലം ശത്രുനാശമുണ്ടാകും. നിങ്ങളുടെ ഭാഗ്യത്തെ തടസ്സപ്പെടുത്തുന്ന ശത്രുക്കൾ വഴിമാറും. തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ ഇനി നേടിയെടുക്കുവാനും സാമ്പത്തികം മെച്ചപ്പെടുത്തുവാനും ആരോഗ്യം നന്നാകുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും. മക്കളാൽ വളരെയധികം സന്തോഷ വാർത്തകൾ ലഭിക്കും. പൊതുവെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല ഫലമാണ് ഈ ഓണജാതകത്തിൽ വന്നിരിക്കുന്നത്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. മൂലം നാളുകാർക്ക് ഏറെ ഉയർച്ചയുള്ള ഒരു സമയമാണ്. ബിസിനസ് രംഗത്തും തൊഴിൽ മേഖലയിലുമെല്ലാം ഉയർച്ചയുണ്ടാകും. പുതിയ തൊഴിൽ ലഭിക്കും. നിങ്ങളുടെ എല്ലാവിധ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളും നടന്നു കിട്ടുന്നതാണ്. ആരോഗ്യപരമായ ചില ക്ലേശങ്ങൾ ഉണ്ടാകുന്നതാണ്. അതിനാൽ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു വർഷം പൊതുവെ നല്ല സമയമാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ മനപ്രയാസങ്ങളും മാറിക്കിട്ടുന്ന ഒരു കാലമാണ്. തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകും. നിങ്ങളുടെ എല്ലാവിധ കടങ്ങളും വീട്ടി തീർക്കുവാൻ സാധിക്കും. ധനപരമായി ഏറെ ഉയർച്ചയാണ്. ആരോഗ്യപരമായും ഉയർച്ചയുണ്ടാകും. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമായി ഭവിക്കുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് മംഗളകാര്യങ്ങൾ നടന്നു കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സന്തോഷമാണ് വന്നു ചേരുവാൻ പോകുന്നത്. വീടിന് തന്നെ ഐശ്വര്യം വരും. വിവാഹം, സന്താനയോഗം, പ്രണയ സാഫല്യം, വസ്തുഭാഗ്യം ഇവയെല്ലാം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ മക്കളാൽ സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ വന്നെത്തും. ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും വളരെയധികം ഉയർച്ചയും ധന നേട്ടവും നിങ്ങൾക്കുണ്ടാകും. മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള നേട്ടങ്ങളാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് വന്നെത്തുവാൻ പോകുന്നത്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു വർഷം രാജയോഗ തുല്യമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. ഉയർച്ചയും സൗഭാഗ്യവും നിങ്ങളെ തേടി വരും. നിങ്ങളുടെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടും. ബിസിനസ്സുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ധന നേട്ടവും വന്നു ചേരുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ഒരു വർഷം അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. പഠിക്കുന്ന കുട്ടികൾക്കായി വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കാം. തൊഴിലിടത്തും അത്ര ശുഭകരമല്ല. വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നതിന് പല കാര്യങ്ങളിലും വളരെയധികം തടസ്സങ്ങളാണ് വന്നു ചേരുക. വ്യക്തികളെ കൊണ്ടും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. ധനകാര്യ സംബന്ധമായും അത്ര നല്ല സമയമല്ല അവിട്ടം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ചതയം നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ ഒരു കാലമാണ്. മംഗളകാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കും. കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങളും അംഗീകാരവും വന്നെത്തുന്നതാണ്. പുതിയ കാര്യങ്ങൾക്കെല്ലാം നല്ല സമയമാണ് ചതയം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇഷ്ട കാര്യസിദ്ധി ലഭിക്കുന്ന ഒരു കാലമാണ്. എല്ലാം നേടിയെടുക്കുവാനുള്ള അവസ്ഥ. കുടുംബത്തിൽ മംഗളകാര്യമുണ്ടാകും. ഉദ്ദിഷ്ട കാര്യസിദ്ധിയുണ്ടാകും. വാഹനഭാഗ്യം, വീട്, സന്താനയോഗം, വിദേശവാസം,
സാമ്പത്തിക നില വളരെയധികം ഉയരുക എന്നിവയെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പുണ്യസ്ഥല സന്ദർശനം ഇവയും നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. എല്ലാം കൊണ്ടും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യമാണ് ഈ വർഷം മുതൽ വന്നെത്തുവാൻ പോകുന്നത്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങളാണ് വന്നെത്തുവാൻ പോകുന്നത്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ധന നേട്ടമുണ്ടാകും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം നേട്ടങ്ങളും വന്നെത്തുന്നതാണ്. ജീവിതത്തിൽ എല്ലാ രീതിയിലും സന്തോഷം കൈവരുന്ന ദിവസങ്ങളാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുക. സാമ്പത്തികമായും വളരെയധികം അഭിവൃദ്ധി നേടും. തൊഴിൽ ചെയ്യുന്നവർക്കും നല്ല സമയമാണ്. ആരോഗ്യപരമായും എല്ലാ രീതിയിലും വളരെയധികം സൗഭാഗ്യമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഓണനാൾ മുതൽ അടുത്ത ഓണം വരെ വന്നെത്തുന്നത്. അതായത് തൊട്ടതെല്ലാം പൊന്നാകും എന്ന ഒരു സമയമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഒരു വർഷക്കാലം സൗഭാഗ്യ പെരുമഴയാണ് വന്നെത്തുന്നത്. ഏറെക്കാലമായി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടന്ന എല്ലാവിധ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാകും. നിങ്ങളുടെ തലവര തെളിയുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്കൊപ്പം വന്നെത്തും. രോഗശാന്തിയുണ്ടാകും. വീട്ടിൽ നല്ല സന്തോഷകരമായ മുഹൂർത്തങ്ങൾ സിദ്ധിക്കുന്നതാണ്. ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ ഇനി എത്തുന്നത്. അടുത്ത ഒരു വർഷക്കാലം സൗഭാഗ്യ പെരുമഴയാണ് രേവതി നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.